സ്പെഷ്യൽ മുട്ട മക്രൂണിയാണ്. നല്ല ടേസ്റ്റുള്ള മുട്ട മക്രൂണിയാണ്. എങ്ങനെ ഉണ്ടാക്കാനെന്ന് നമുക്ക് കാണാം. ഇതിലേക്കുള്ള റെസിപ്പി: ഒരു ചെറിയ ഉള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, ഒരു ചെറിയ തക്കാളി, 5 പച്ചമുളക് നടുമുറിച്ചത്, 2 അല്ലി കരിവേപ്പില. ആദ്യം നമുക്ക് ഗ്യാസ് കത്തിക്കാം. പാത്രം ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ കുറച്ച് ഉള്ളി ഇടാം. നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം. നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. അടുത്തത് തക്കാളി ഇട്ടെടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. അടുത്തത് മല്ലിച്ചപ്പ്, കരിവേപ്പില, പച്ചമുളക് എല്ലാം ഒരുമിച്ചിടാം. എന്നിട്ട് ഒന്നും കൂടി വാട്ടി കൊടുക്കാം. ഗ്യാസ് ഒന്ന് സിമ്മായി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആവണരങ്ങളെല്ലാവരും കാത്തിക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഒരു സ്പൂണ് ഗരം മസാല ഇടാം. നിങ്ങൾക്ക് വേണ്ടിയത്ര ഉപ്പിടാം. നല്ല ടേസ്റ്റി മക്രൂണി, അത് കണ്ടാലറിയാം മസാല ഒക്കെ പിടിച്ചിട്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു കപ്പ് മക്രോണിക്ക് 2 കപ്പ് വെള്ളമാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂടാം. വെള്ളം നന്നായി പതിച്ച് കഴിഞ്ഞിട്ട് 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി വാട്ടി കൊടുക്കാം. ഇളക്കി തിരിച്ചെടുക്കാം. അടുത്തത് കേക്ക് വെച്ച് 1/4 കിലോ മക്രോണി ഇട്ടെടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടാം.
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. വെള്ളം വറ്റുന്നത് വരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാം. എടുക്കൊന്ന് സിമ്മാക്കി കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് നന്നായി ഇളക്കാം. നന്നായി ഇളക്കിയിട്ട് ഗ്യാസ് ഓഫാക്കാം. കുറച്ച് നേരം മൂടി വെക്കാം. ഗൈസ്, മക്രൂണി റെഡി ആയിക്കണേ. നല്ല ടേസ്റ്റുള്ള മക്രൂണി അത്. ഗൈസ്, ഇത്രയുള്ള നമ്മളെ മക്രൂണി ഉണ്ടാക്കുന്ന വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും നിങ്ങൾ എന്തായാലും ചെയ്യുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ചെയ്യണം, നിങ്ങളെല്ലാവരും അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം. നല്ല ടേസ്റ്റുള്ള മക്രൂണിയാണിത്. ശരി, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ടാറ്റ.